ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. സോ കുറേയധികം ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു പരീക്ഷയായിരുന്നു ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ IEO പോസ്റ്റ്, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ള തസ്തിക. ഏതൊരു ബിടെക് ഉദ്യോഗാർത്ഥിക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. വളരെ നല്ലൊരു പോസ്റ്റാണ്, ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റാണ്. ആ ഒരു പരീക്ഷയുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. കുറേ ഉദ്യോഗാർത്ഥികൾ ഞാനിപ്പോൾ ഈ കൺഫർമേഷൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് സാർ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ കമൻറ്റ് ഇടാറുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഓരോ പരീക്ഷ വരുന്ന സമയത്തും കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റും അവസാന തീയതിയൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇനി ഫ്യൂച്ചറിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിലവിൽ IEOയുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. നിലവിൽ ഇപ്പോൾ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസംബർ 12-ാം തീയതി വരെ കൺഫർമേഷൻ നൽകാനുള്ള അവസരമുണ്ട് കേട്ടോ. എന്ന് വിചാരിച്ചിട്ട് അവസാന തീയതി വരെ വെക്കരുത്. നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ പോയിട്ട് കൺഫർമേഷൻ നൽകുക. ദെൻ ഈ ഒരു പോസ്റ്റിൻ്റെ പ്രത്യേകത, പുതിയ സിലബസിലാണ് ഈ ഒരു പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ആ ഒരു തസ്തികയുടെ സിലബസ് ഏകദേശം അതേപോലെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം കേട്ടോ. യെസ്, അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളിങ്ങനെ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഒരു കോഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ മാത്രം കൺഫർമേഷൻ നൽകുക. കൺഫർമേഷൻ നൽകിയിട്ടും പരീക്ഷ എഴുതാതിരിക്കുന്നത് ഭാവിയിൽ നിങ്ങളുടെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യാൻ കാരണമായേക്കാം. അത്തരത്തിലൊരു സ്ട്രിക്റ്റ് വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഇതുവരെ അങ്ങനെ ബ്ലോക്ക് ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ കൺഫർമേഷൻ നൽകാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. നിങ്ങൾ നോക്കുക, ഫെബ്രുവരി 18-ാം തീയതി ചൊവ്വാഴ്ചയാണ് പരീക്ഷ. മിക്കവാറും രാവിലെ 7:15 AM പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് കൺഫർമേഷൻ നൽകുക. ഓർത്തിരിക്കുക, കൺഫർമേഷൻ നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വരികയുള്ളൂ, പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. യെസ്, അപ്പോൾ നിങ്ങളിങ്ങനെ ഡിസ്ട്രിക്റ്റും താലൂക്കും ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ടിക്കൊക്കെ കൊടുക്കുക, സബ്മിറ്റ് കൺഫർമേഷൻ കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം ഈ രീതിയിൽ റിസീവ്ഡ് എന്ന് പറഞ്ഞു വന്നാൽ മാത്രമേ ആ കൺഫർമേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങളിപ്പോൾ ഇവിടെ മാത്രം കൊടുത്ത് സബ്മിറ്റ് കൺഫർമേഷൻ കൊടുത്തിട്ട് അത് ഈ രീതിയിൽ ഗ്രീൻ കളറായി എന്ന് ഉറപ്പ് വരുത്തുക. പലരും പറയാറുണ്ട്, സാർ കൺഫർമേഷൻ കൊടുത്തിട്ട് എനിക്ക് ഹോൾ ടിക്കറ്റ് വന്നില്ല. ചിലപ്പോൾ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവാം. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തസ്തികയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പോസ്റ്റിൻ്റെ പേര് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. സ്കെയിൽ ഓഫ് പേ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രതീക്ഷിത ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസികളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് നിലവിലെ റാങ്ക് ലിസ്റ്റിന് എത്ര വരെ കാലാവധി ഉണ്ട്? യെസ്, 2021 വന്ന റാങ്ക് ലിസ്റ്റാണ്. ഇതിൻ്റെ കാലാവധി 2024 ഡിസംബർ 8 കേട്ടോ. ഡിസംബർ 8 വരെ ഈ ഒരു ലിസ്റ്റിന് കാലാവധി ഉണ്ട്. സോ ഈ തീയതി വരെ എത്രത്തോളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നോ ആ വേക്കൻസികൾ മുഴുവൻ നിലവിലെ ഈ ഒരു ലിസ്റ്റിൽ നിന്നായിരിക്കും പോകുന്നുണ്ടാവുക കേട്ടോ. ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിസ്റ്റ് ഉണ്ട്, അതിൽ നിന്നായിരിക്കും പോകുന്നുണ്ടാവുക. നിലവിൽ ഒരു 65ഓളം പേർക്ക് അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറികൾ 53 വരെ റാങ്ക് പോയിട്ടുണ്ട്. 57 വരെ ഈഴവ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുശേഷം വരുന്ന തസ്തികകൾ എന്തായിരിക്കും? യെസ്, ഇനി നമുക്ക് നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷയിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും പോവുക കേട്ടോ. ഇനി ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ്. അതായത് നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇത്രത്തോളം ആളുകൾക്ക് അഡ്വൈസുകൾ പോയിട്ടുണ്ട്. നമുക്കിനി എത്രത്തോളം പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും? യെസ്, അറൗണ്ട് ഒരു 50 ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു 50 വരെയുള്ള ആൾക്കാർക്ക് ജോലി കിട്ടും. ആ രീതിയിൽ നിങ്ങൾ ആലോചിച്ച് പഠിക്കരുത്. പഠിക്കുമ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, നല്ല ടോപ്പ് റാങ്ക് വാങ്ങാൻ വേണ്ടി തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം 50 എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു 3-ാം വർഷമൊക്കെ ചിലപ്പോൾ അഡ്വൈസുകൾ പോകുന്ന ആൾക്കാരായിരിക്കും. അത്രത്തോളം വെയിറ്റ് ചെയ്യാൻ ഇടവരുത്തരുത്. ചിലപ്പോൾ റിസ്കുകളൊക്കെ ഉണ്ട്. അത്രത്തോളം പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിരുന്നാലും ഒരു 30 വരെയൊക്കെ ഈസി ആയിട്ട് പോവാം. പക്ഷെ പഠിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് 50-ാം റാങ്ക് മതി, അല്ലെങ്കിൽ 50 പേർക്ക് അഡ്വൈസ് പോകുമല്ലോ, എനിക്ക് 50-ൽ ഉൾപ്പെട്ടാൽ മതി, ആ രീതിയിലല്ല പഠിക്കേണ്ടത്. ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. യെസ്, നമുക്കിനി ഇതിൻ്റെ സിലബസ് കൂടി ഒന്ന് ജസ്റ്റ് പറയാം. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കേരള PSCയുടെ വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിൽ എക്സാമിനേഷൻ സെക്ഷനിൽ ഫെബ്രുവരി മാസത്തിലാണ് ഈ ഒരു പരീക്ഷ നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി മാസത്തെ
എക്സാമിനേഷൻ കലണ്ടർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഫെബ്രുവരി 18 ഈ ഒരു പരീക്ഷ കേട്ടോ. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക, അല്ലെങ്കിൽ സെർച്ച് ഓപ്ഷൻ യൂസ് ചെയ്താലും മതി കേട്ടോ. യെസ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കാറ്റഗറി നമ്പർ എത്രയാണ്? 30/2024 കണ്ടോ. യെസ്, അതിൻ്റെ തീയതി ചൊവ്വാഴ്ച ഫെബ്രുവരി 18. കൺഫർമേഷൻ നൽകാനുള്ള തീയതികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12-ാം തീയതി വരെ കൺഫർമേഷൻ നൽകാം അല്ലേ. ഹോൾ ടിക്കറ്റ് വരുന്ന തീയതി ഫെബ്രുവരി 4-ാം തീയതി നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, നമുക്ക് എത്രത്തോളം ആൾക്കാർ അതിന് അപ്ലൈ ചെയ്തിട്ടെന്ന് നോക്കിയാലോ. നിലവിൽ 38,720 പേര് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സിലബസ് നോക്കിക്കഴിഞ്ഞാൽ എവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സിലബസ് കിട്ടും കേട്ടോ. യെസ്, ഇതാണ് പുതിയ സിലബസ്. അസിസ്റ്റൻറ്റ് ഡയറക്ടറിന് ഈ ഒരു സിലബസ് ആയിരുന്നു, പക്ഷേ അവിടെ മാനേജ്മെൻറ്റ് ടോപ്പിക് കൂടി ഉണ്ടായിരുന്നു. ഈ IEO പോസ്റ്റിന് മാനേജ്മെൻറ്റ് ടോപ്പിക് ഇല്ല. അതിന് പ്രകാരം വന്ന ഒരു സിലബസാണിത്. അപ്പോൾ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവുക? യെസ്, ഫിസിക്സിന് അവിടെ 15 മാർക്കായിരുന്നു, അതിവിടെ 30 മാർക്കായി. കെമിസ്ട്രിക്ക് അവിടെ 15 മാർക്കായിരുന്നു, അത് 30 മാർക്കായി. വെയിറ്റേജ് ഡബിൾ ആക്കി അല്ലേ. യെസ്, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 40 മാർക്കിനാണ്. വലിയൊരു സിലബസാണ്. എന്നിരുന്നാലും മാത്സിൽ നിന്ന് പൊതുവെ കുറച്ച് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഫിസിക്സിനേക്കാളെയും കെമിസ്ട്രിയേക്കാളെയും സ്കോർ ചെയ്യാൻ ഏറ്റവും സുഖം മാത്സ് ആണ്. കാരണം തെറ്റാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കുറച്ചൊരു ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എവിടെ നിന്നായിരുന്നു? യെസ്, ഈ കാൽക്കുലസിൽ നിന്ന് കുറച്ചൊരു ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പ്രോബബിലിറ്റി ഒക്കെ കുറച്ചൊരു എളുപ്പമായിട്ടാണ് തോന്നിയത്. ന്യൂമറിക്കൽ മെത്തേഡിൽ കുറച്ചൊരു ടഫൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അത് ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം അറിയാം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം കാൽക്കുലസിന് അത്രത്തോളം വെയിറ്റേജ് ഉണ്ട്, 12 മാർക്കുണ്ട്. പിന്നെ വെയിറ്റേജ് വരുന്നത് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അവിടെ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്നത് അത്ര തിയറി അല്ല, കുറച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതും നിങ്ങൾക്ക് മാർക്കുകൾ പോകാൻ സാധ്യത ഉള്ളതും അല്ലേ. കുറച്ചൊരു കോമൺ സെൻസ് ഒക്കെ യൂസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ടുള്ളൊരു ന്യൂമറിക്കൽ എബിലിറ്റീസ് ഒക്കെ നിങ്ങൾ കുറച്ച് യൂസ് ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു ഏരിയയാണ് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ദെൻ ഞാൻ പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് 30 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. അപ്ലൈഡ് ഒപ്റ്റിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, അക്വസ്റ്റിക്സ്, ഇത്രയുമാണ് ഏരിയാസ്. എഞ്ചിനീയറിംഗ് കെമിസ്ട്രി 30 മാർക്കിൻ്റെ ടോപ്പിക്കുകൾ വരുന്നുണ്ട്. കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ്, ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ് ഓഫ് അനാലിസിസ്, ദെൻ എൻവയോൺമെൻറ്റ് ഉണ്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ സിലബസ് വരുന്നത്. അങ്ങനെ 100 മാർക്ക് വരുന്ന 3 സെക്ഷനിൽ നിന്ന് ചോദിക്കുന്ന ഈ ഒരു സിലബസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ടെക്നിക്കൽ പരീക്ഷകളെക്കുറിച്ച് മിക്കവാറും എല്ലാ ഇലക്ട്രിക്കൽ എക്സാമുകളെക്കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അത്തരം നോട്ടിഫിക്കേഷൻസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്